തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് എഡിജിപി മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ എരിഞ്ഞക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ബണ്ട് ബലപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തുക അനുവദിച്ചു. ജനകീയ സഹകരണത്തോടെ ബണ്ട് ബലപ്പെടുത്തൽ ആരംഭിച്ചു. നിർമ്മാണത്തിലിരിക്കെ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്കുശേഷം പൊളിച്ചു നീക്കുന്നു. തകർച്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. എഡിജിപി മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വനം, തദ്ദേശം, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം, എക്സ്പ്ലോസീവ് വിഭാഗങ്ങളുടെ വീഴ്ചയാണ് പരിശോധിച്ചത്. ക്രൈംബ്രാഞ്ചിനാണ് പോലീസ് വീഴ്ച അന്വേഷിക്കേണ്ട ചുമതല. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെ ത്രിതല അന്വേഷണത്തിലെ ഒരു ഭാഗം പൂർത്തിയായി. വെടിക്കെട്ട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ തിടപ്പിള്ളിയുടെയും ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ക്ഷേത്രം മേൽശാന്തി നട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരിയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവ് പിടിയിൽ. ഓട്ടുപാറയിലെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് ചെമ്പുകമ്പി ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ യുവാവിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മുള്ളൂർക്കര ചെറുപറമ്പിൽ സന്തോഷാണ് പിടിയിലായത്. വടക്കാഞ്ചേരി സിഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മേഖലയിൽ നിന്ന് കംപ്രസറും ബാറ്ററിയും ഉൾപ്പെടുന്ന നിരവധി മോഷണങ്ങൾ അടുത്തിടെ നടന്നിരുന്നു. പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയായ 8-ാം വാർഡിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ താൽക്കാലിക നടപടിയായി. വാർഡ് മെമ്പർ MT മണികണ്ഠന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെയാണ് ബണ്ട് ബലപ്പെടുത്തുന്നത്. യന്ത്രസഹായത്താൽ പുഴയിൽ നിന്ന് ചെളികോരി പുഴബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വാർഡിലെ ഹരിതസഭയും സഹായത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദേശം സംരക്ഷിത വനമാക്കി കരട് വിജ്ഞാപനം വന്നതിനാൽ വനംവകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയാണ് ബണ്ട് ബലപ്പെടുത്തുന്നതെന്ന് വാർഡ് മെമ്പർ MT മണികണ്ഠൻ പറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിനുള്ള കാരണം ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നായിരുന്നു. അതിനെ താൽക്കാലികമായി ഒന്ന് ചെയ്യാൻ നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് ഇവിടെ താൽക്കാലികമായ തടകണ്ണകൾ നിർമ്മിപ്പിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചു. വരും കാലങ്ങളിൽ അവരുടെ ജനകീയമായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഹരിതസഭ, നമുക്ക് പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡിലുള്ള ഹരിതസഭയുടെ ആഭിമുഖ്യത്തിൽ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ശിങ്കാരി ചീപ്പിന് സമീപം 200 മീറ്റർ ദൂരത്തിൽ 5 അടി ഉയരത്തിലാണ് പുഴബണ്ട് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു. ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുകയും വിവിധ കൃഷികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര സാമ്പത്തിക സഹായമായി പഞ്ചായത്ത് 10,000 രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് അറിയിച്ചു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ മണികണ്ഠൻ ഇടപെട്ട് പുഴയിൽ നിന്ന് മണ്ണുകോരി ബണ്ട് ബലപ്പെടുത്തുന്നത്. TC വിനോസ്, പാവറട്ടി. നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്കുശേഷം പൊളിച്ചു നീക്കുന്നു. കെട്ടിടം തകർന്നു വീഴാൻ കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും നിർമ്മാണത്തുക തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം നിരാകരിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2005-2010 കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം സർക്കാർ ഭൂമിയിൽ 5 മുറികളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിച്ചിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എളുപ്പം വിറ്റഴിക്കാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഗുണഭോക്തൃ സമിതി ശരിയായ വിധം നിർമ്മാണം നടത്താത്തതാണ് കെട്ടിടം തകർന്നു വീഴാൻ കാരണമായതെന്നും
ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. ഇന്നത്തെ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 20 വർഷം മുന്നേ പണിത കെട്ടിടമാണ്. ഈ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നിർമ്മാണം ഏൽപ്പിച്ച വ്യക്തികളെല്ലാം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അനേകം ആക്ഷേപങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു നീക്കുകയാണ്. അഴിമതിയുടെ ഏറ്റവും വ്യക്തമായ തെളിവോട് കൂടി നിൽക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കും. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ചെയ്ത അഴിമതി ഒരിക്കലും മാറിപ്പോകില്ല. കെട്ടിടം തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണവും സാങ്കേതിക തകരാറുകളും ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. TCV പാവറട്ടി. വെങ്കിടങ്ങ് തൊയക്കാവ് കാളിയാമാക്കലിൽ വീട് കത്തിനശിച്ചു. കുണ്ടുവീട്ടിൽ വാസുവിന്റെ വീടാണ് ഇന്നലെ രാത്രി കത്തിനശിച്ചത്. വീട്ടുകാർ സമീപത്തെ ക്ഷേത്രോത്സവത്തിന് പോയതിനാൽ അപകടമൊഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വീട്ടുപകരണങ്ങളും രേഖകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂരിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പാവറട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ വേല ആഘോഷിക്കുന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. തുടർന്ന് ചതുശത നിവേദ്യവും നടന്നു. രാത്രി 9:30 3 ആനകളുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് 7 ആനകളുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്തും നടക്കും. കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ നയിക്കുന്ന മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. പുലർച്ചെ 1 വെടിക്കെട്ട് നടക്കും. പുലർച്ചെ 3:30 തിരുവമ്പാടി ശങ്കരംകുളങ്ങര കോമരങ്ങളുടെ കൽപ്പനയ്ക്കു ശേഷം വടക്കും ഭാഗത്തെ ഗുരുതിയോടെ വേല സമാപിക്കും. എടത്തിരിഞ്ഞി കാക്കാത്തുരുത്തിയിൽ വീട്ടിൽ പണം വച്ച് ചീട്ട് കളിച്ചിരുന്ന 8-അംഗ സംഘത്തെ കാട്ടൂർ പോലീസ് പിടികൂടി. സംഭവത്തിൽ കയ്പമംഗലം സ്വദേശി ബിജു അന്തിക്കാട്ട്, എടത്തിരിഞ്ഞി സ്വദേശികളായ ദിലീപ് കൊരട്ടിപ്പറമ്പിൽ, ഡാനിഷ് മേനോത്ത് പറമ്പ്, SN പുരം സ്വദേശികളായ സുരേഷ് വൻപറമ്പിൽ, കലേഷ് അടിപറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ചള്ളിയിൽ, കൊരട്ടി സ്വദേശി ജോർജ് എടത്തിപ്പറമ്പൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാക്കത്തുരുത്തി കൈമാപ്പറമ്പിൽ രാജുവിന്റെ വീട്ടിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 78,780 രൂപ പിടിച്ചെടുത്തു. കാട്ടൂർ SHO ER ബൈജുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI രമേശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CG ധനേഷ്, ജിതേഷ്, ഷൌക്കർ, CPOമാരായ നിതിൻ, ഹരീഷ് എന്നിവരാണ് സംഘത്തെ പിടികൂടിയത്. മാള തിരുമുക്കുളത്ത് ഹോട്ടലിന് നേരെ ആക്രമണം. ആന്റപ്പന്റെ കട എന്ന പേരിലുള്ള ഹോട്ടലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ഹോട്ടൽ ഉടമ ആന്റപ്പനും ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേറ്റു. ഇവർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം. പ്രദേശവാസികളാണ് ആക്രമിച്ചതെന്നാണ് സൂചന. മാള SI CK സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാള പൂപ്പത്തിയിൽ കുളം കയ്യേറി നികത്തിയ സ്ഥലത്തൊരുക്കിയ ഉല്ലാസ കേന്ദ്രവും ഇരിപ്പിടങ്ങളും കാട് കയറി നശിക്കുന്നു. പൊയ്യ പഞ്ചായത്തിന് കീഴിലുള്ള പൂപ്പത്തി കടാങ്കുളത്തിനോട് ചേർന്നാണ് നികത്തിയെടുത്ത ഭാഗത്ത് ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുളം അല്പം മെലിഞ്ഞെങ്കിലും ആളുകൾക്ക് ഇരിക്കാനും ഉല്ലാസത്തിനും ഒരിടമായെന്ന് 1 വർഷം മുമ്പ് വരെ ആശ്വസിച്ചവർ പോലും ഈ കാടുകയറിയ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച നീളത്തിലുള്ള 2 ഇരിപ്പിടങ്ങൾ കാടുമൂടിക്കിടക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കുളത്തിന്റെ ഒരു ഭാഗം നികത്തി ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൃഷ്ണൻകോട്ട നെടുമ്പാശ്ശേരി റോഡിനോട് ചേർന്ന് പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലാണ് കാടുകയറിയ ഉല്ലാസ കേന്ദ്രമുള്ളത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ കുളത്തിന്റെ വിസ്തൃതി നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് കുറച്ചത്. കുളത്തിലെ ജലവിധാനം സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിരുന്നു. പ്രദേശത്തെ കുടിവെള്ളത്തിനൊപ്പം നെൽകൃഷിക്ക് പ്രയോജനം ലഭിക്കുന്നതായിരുന്നു കാടാംകുളത്തിലെ വെള്ളം. കുളത്തിൽ ശേഖരിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് 4-1 കുറച്ചാണ് ഒരു ഭാഗം നികത്തിയെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. വെള്ളത്തേക്കാൾ പ്രാധാന്യം കുളത്തിനോട് ചേർന്നുള്ള ഉല്ലാസ കേന്ദ്രത്തിനാണെന്ന വാദത്തിലാണ് നിർമ്മാണം നടത്തിയത്. TC വിനോസ്, മാള.
തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ MT കാലാതീതം കാവ്യാത്മകം എന്ന പേരിൽ ചേറൂർ സാഹിതിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. മലയാളം കണ്ട ഏറ്റവും മികച്ച കഥാകാരൻ മാത്രമായിരുന്നില്ല, കാഥികന്റെ പണിപ്പുര എങ്ങനെയാകണം എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുകൊടുത്ത നിസ്വാർത്ഥ മനുഷ്യസ്നേഹിയുമായിരുന്നു MT എന്ന് സാഹിത്യകാരൻ MD രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരായ K രഘുനാഥൻ, മാനസി, N രാജൻ, സതീഷ് കുമാർ, MD രത്നമ്മ, മാധവിക്കുട്ടി എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. കവിയും എഴുത്തുകാരിയുമായ നഫീസത്ത് BV അധ്യക്ഷത വഹിച്ചു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PRK ചേനം, മോഹൻദാസ് പാറപ്പുറത്ത്, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, രാജലക്ഷ്മി മാനഴി, സുനിത വിൽസൺ, KS സലീൽ എന്നിവർ പങ്കെടുത്തു. ദൃശ്യ ഗുരുവായൂരിന്റെ ഭാവഗീതി പുരസ്കാരം ഗായകൻ P ജയചന്ദ്രന് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാർ സമ്മാനിച്ചു. ജയചന്ദ്രന്റെ മകൻ ദിനനാഥ് പുരസ്കാരം ഏറ്റുവാങ്ങി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പദ്ധതിയായ ജീവനം പദ്ധതിയുടെ 3ാം ഘട്ടം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി കാര്യക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ, നഗരസഭാ കൌൺസിലർ KPA റഷീദ്, R രവികുമാർ, P ഗോപാലകൃഷ്ണൻ നായർ, VP ഉണ്ണികൃഷ്ണൻ, P ശ്യാംകുമാർ, അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് P ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ കോർത്തിണക്കി തൃശൂർ നാദോപാസന ഓർക്കസ്ട്രയുടെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ദൃശ്യ സംഗീതാവിഷ്കാരവും ഉണ്ടായിരുന്നു. പിന്നീട് ദേവസ്വം മറ്റു ഭൂമികളെല്ലാം അനുവദിച്ചു നൽകാൻ. കഴിഞ്ഞ ജൂലൈയിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച മുകുന്ദപുരം താലൂക്കിലെ വീടുകൾക്കായി 5,000 രൂപ വീതം അനുവദിച്ചു. 3,177 വീടുകളാണ് പട്ടികയിലുള്ളത്. 1,58,85,000 രൂപയാണ് അനുവദിച്ചത്. അടുത്ത ആഴ്ച മുതൽ നഷ്ടപരിഹാരം കൊടുത്തു തുടങ്ങുമെന്ന് മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ KSTPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തി വീണ്ടും യോഗത്തിൽ ചർച്ചാ വിഷയമായി. 2 വർഷം പിന്നിടുമ്പോഴും 50% മാത്രമേ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൂവെന്നും കരുവന്നൂരിൽ റോഡിന്റെ ഇരുവശത്തും പൈപ്പിടാൻ കുഴിച്ചതിനു ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ പൊടിശല്യം രൂക്ഷമാണെന്നും കോൺഗ്രസ് പ്രതിനിധി ആന്റോ പെരുമ്പിള്ളി പറഞ്ഞു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിലെ മരണനിരക്കിൽ കുറവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക്. കഴിഞ്ഞ വർഷം 3,714 പേരാണ് അപകടത്തിൽ മരിച്ചത്. 2023 അപകട മരണനിരക്ക് 4,080 ആയിരുന്നു. ചെറുതല്ല ആശ്വാസം എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. തുടർച്ചയായി 2ാമത്തെ വർഷമാണ് മരണനിരക്ക് കുറഞ്ഞത്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കഴിഞ്ഞ വർഷവും മരിച്ചതിലധികവും. മികച്ച റോഡ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് അപകട മരണനിരക്ക് കുറയ്ക്കാനായതെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു. 2025 തുടക്കത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലായുള്ള വാഹന അപകടത്തിൽ ജീവനുകൾ പൊലിഞ്ഞിരുന്നു. പുതുവത്സര ദിനത്തിൽ വാഹന അപകടങ്ങളിലായി 8ഓളം പേരാണ് മരിച്ചത്. കണക്കുകളിൽ മരണനിരക്ക് കുറയുന്നുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും ഓരോ ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി PR ജോഷി അധ്യക്ഷനായി. ഡോക്ടർ KB സജു അനുസ്മരണ പ്രഭാഷണം നടത്തി. സിനിമാ നിർമ്മാതാവ് വിൻസൻ ചിറ്റിലപ്പിള്ളി, TN തിലകൻ, PC ബാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് MT സിനിമകളിലെ ഗാനങ്ങളുടെ ആലാപനവും നടന്നു. പഴഞ്ഞി ചെറുതുരുത്തി തൃപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ സമൂഹ ഏകദിന രുദ്രയജ്ഞം നടത്തി. യജ്ഞശാലയിൽ നടന്ന രുദ്രപ്രതിഷ്ഠയ്ക്കു ശേഷം പ്രധാന ആചാര്യൻ വിനു മഹോദയയുടെ നേതൃത്വത്തിൽ യാഗകുണ്ഡത്തിൽ അഗ്നി പകർന്നു. ഇതോടൊപ്പം മറ്റു 10 യാഗകുണ്ഡങ്ങളിലും മറ്റ് ആചാര്യന്മാർ അഗ്നി പകർന്നു. തൃപ്പേശ്വര മഹാദേവന് വിശേഷാൽ പൂജ, യജ്ഞകലശാഭിഷേകം, അമൃതഭോജനം എന്നിവയോടെ സമൂഹ ഏകദിന രുദ്രയജ്ഞം സമാപിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് MK അശോകൻ, സെക്രട്ടറി KG ദിനേശ്, ട്രഷറർ MK സജി, കൺവീനർ MA ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
നമോ മൃഗയുഭ്യശ്ചനിഭ്യശ്ച വോ നമഃ നമഃശുഭ്യശ്ച വോ നമഃ. തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി ഡിവിഷനിൽ നിർമ്മിക്കുന്ന ശ്രീമുരുക അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറിഷ് പെരിഞ്ചേരി, CDPO സുധാർമണി, ICDS സൂപ്പർവൈസർ സുരഭി, സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കേരള സംസ്ഥാന ഭിന്നശേഷി ബാലിക സർഗാത്മക അവാർഡ് നേടിയ കുമാരി ആൻ മൂക്കനെയും കേരള സംസ്ഥാന യോഗാസന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ കാശിനാഥ് സുഭാഷിനെയും ആദരിച്ചു. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പാലക്കാട് സ്വദേശി പൊൻകാട്ടുപുര വീട്ടിൽ 56 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കടുത്ത പ്രമേഹവും അനുബന്ധ അസുഖങ്ങളുമായി ഡിസംബർ 14-ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ 2019 മുതൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. എറവ് സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിലെ ഇടവക മധ്യസ്ഥ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ ഇടവകയിലെ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സ്നേഹത്തിന്റെ പൊതിച്ചോർ സമർപ്പണം നടന്നു. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വടക്കേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡയസ് ആന്റണി വലിയ മരുതുങ്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും തിരുമുറ്റ ബാൻഡ് ബാദ്യ സൌഹൃദ മത്സരങ്ങളും നടക്കും. പരവൂർ പഞ്ചായത്തിന്റെ ആടുവളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. ഒരു ഗുണഭോക്താവിന് 7500 രൂപ വില വരുന്ന 6 മുതൽ 8 മാസം വരെ പ്രായമുള്ള 2 ആട്ടിൻകുട്ടികളെ വീതം 40 പേർക്കാണ് നൽകുന്നത്. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദാമണി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, വെറ്ററിനറി സർജൻ ഡോക്ടർ V ലിഷ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ആരംഭിച്ച നൃത്തോത്സവം കലാമണ്ഡലം മോഹിനിയാട്ടം വകുപ്പ് മേധാവി സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ P ബിജു അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് 7-ന് പ്രദീപ് ചോലയിലിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന കഥകളി ഉണ്ടായിരിക്കും. ഈ മാസം 10-നാണ് സ്വർഗവാതിൽ ഏകാദശി. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വെള്ളിത്തിരുത്തി കുന്നുംകാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ 9 വയസ്സുള്ള പാർവണയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ഓടെയായിരുന്നു അപകടം. ചൂണ്ടൽ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോത്തിൻകുട്ടി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, PM ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. പദ്ധതി വിശദീകരണം മച്ചാട് വെറ്ററിനറി സർജൻ ഡോക്ടർ രാജ് നിർവഹിച്ചു. ഇൻസ്പെക്ടർമാരായ MR രാധിക, ജിനി കുര്യൻ എന്നിവർ പങ്കെടുത്തു. തൃശ്ശിവപ്പേരൂർ തപസ്യ കലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ തുഞ്ചൻ ദിനാചരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ TP സുധാകരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷാജു കളപ്പുരയ്ക്കൽ, TS നീലാംബരൻ, CC സുരേഷ്, N സ്മിത എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദും എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറും നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, യൂണിറ്റ് സെക്രട്ടറി ജനറൽ
കെ ഹമീദ്, ട്രഷറർ CV സന്തോഷ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. AC മൊയ്തീൻ MLA വ്യാപാര ഭവൻ സന്ദർശിച്ചു. പൊന്നാടി എണീക്കുന്നതിന് യൂണിറ്റ് സെക്രട്ടറി ഏറെ വടക്കാഞ്ചേരി കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും INTUC ജില്ലാ നേതാവുമായ CT ജേക്കബ് മാസ്റ്ററുടെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, രഞ്ജിത്ത് കൈപ്പിള്ളി, സ്മിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. LP, UP, HS വിഭാഗം സ്കൂളുകളിൽ നിന്നായി 52 കുട്ടികൾ പങ്കെടുത്തു. പ്രീതി, VG സുനിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരവൂർ യൂണിറ്റ് സെക്രട്ടറി വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സീനിയർ അധ്യാപിക KG ഗീത, പ്രോഗ്രാം കോർഡിനേറ്റർ സജീവ് കുമാർ, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, SPC CPO PK അജിത, ACPO വിസ്മി വർഗീസ്, അധ്യാപിക സുനിത ദേവി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്യ കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കഴിഞ്ഞ 2.5 വർഷമായി കുറിവച്ചവർക്ക് കുറി വട്ടമെത്തിയിട്ടും കുറിസംഖ്യ നൽകാതെ വഞ്ചിച്ചതായി കേരള നിയമസഹായവേദി പ്രവർത്തകർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയെങ്കിലും ആർക്കും തന്നെ പരാതിക്ക് നിയമപ്രകാരം നൽകേണ്ട രശീതി പോലും നൽകിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. പിന്നീട് പോലീസ് കുറിക്കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ തവണകളായി സംഖ്യ കൊടുക്കാമെന്ന് ഉടമകൾ സമ്മതിച്ചതാണെങ്കിലും ഇനിയും തുക നൽകിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. തൃപ്രയാർ, ചാവക്കാട്, തൃശൂർ, കുന്നംകുളം എന്നിവിടങ്ങളിലും ധനലക്ഷ്യ കുറീസിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു. വരിക്കാരെ ചതിച്ച കമ്പനി ഉടമകൾ പൊന്നാനി, കുറ്റിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമികൾക്ക് പണം ഇറക്കിയതായും പല വ്യക്തികളിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റായി 8.5 കോടിയോളം രൂപ കൈവശപ്പെടുത്തിയതായും കേരള നിയമസഹായവേദി പ്രവർത്തകർ ആരോപിക്കുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം പെരിങ്ങോട്ടുകരയിൽ സംഘടിപ്പിച്ചു. സംഘടന സംസ്ഥാന പ്രസിഡന്റ് P ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് PA ജോഷി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടന ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകളുടെ വിതരണവും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. വനിതാ വിംഗ് പ്രവർത്തനം പ്രസിഡന്റ് ജിൻസി തോമസ് നിർവഹിച്ചു. സംഘടനാ സെക്രട്ടറി TU അർമുഖൻ, ട്രഷറർ A പത്മനാഭൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MV കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായി എനിക്ക് പറയാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞത് എന്നെ കുറേ കൊണ്ട് പൊഴുത്തി പറഞ്ഞു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ട് ഭക്തിസാന്ദ്രം. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക അരങ്ങേറി. ട്രിപ്പിൾ കേളി, ട്രിപ്പിൾ കൊമ്പുപറ്റ്, ട്രിപ്പിൾ കുഴൽപ്പറ്റ് എന്നിവയുമുണ്ടായി. 12,008 നാളികേരം ഒരേ ഇരുപ്പിലിരുന്നെറിഞ്ഞ് ഉടച്ചുകൊണ്ട് പാട്ടിന് നേതൃത്വം നൽകിയ വൈശ്ശേരി സ്വദേശിയും കോമരവുമായ ശ്രീ കാരക്കുറ രാമചന്ദ്രൻ നായർക്ക് അംഗീകാരം നൽകാൻ ടൈം വേൾഡ് റെക്കോർഡ് അധികൃതരും എത്തിയിരുന്നു. കൂറ വലിച്ചതോടെ വേട്ടക്കരൻ പാട്ട് സമാപിച്ചു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുശേഷിപ്പ് വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഏറ്റുവാങ്ങി.
ഇരുചക്രവാഹന അകമ്പടികളോടെ ദേവാലയത്തിലെത്തിച്ചേർന്നു. തുടർന്ന് ജൂബിലി പതാക ഉയർത്തലും തിരിതെളിയിക്കലും തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ഷംസാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ നിർവഹിച്ചു. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള സഹായധന വിതരണവും ഇടവകയിലെ 155 ഭവനങ്ങളുടെ ലഹരി വിമുക്ത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ, ഫാദർ ചെറിയാൻ മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരായി. കുടുംബ കൂട്ടായ്മ കൺവീനർ EJ ജെയിംസ്, ജോസ് ആലപ്പാട്ട്, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നവവൈദികൻ ഫാദർ ജിനിൽ കുത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ ചിറമൽ CMI എന്നിവർ സഹകാർമ്മികരായിരുന്നു. ജനുവരി 11, 12 തീയതികളിലാണ് തിരുനാൾ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഡെമോക്രാറ്റിക് അലവൻസ് ഓഫ് റിട്ടയേർഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യ ദർശിയുടെ പ്രഥമ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദർശി ജോയിന്റ് കൺവീനർ KK രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, PK ഡേവിസ്, PK ഷാജൻ, ഡോക്ടർ K. ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. മുഴുവൻ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആദരണീയനാണ്. നമുക്ക് പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിൽ നടന്നു നിൽക്കുന്ന ഒരു രീതികൾ നമ്മൾക്ക് സംഭാവന ചെയ്യുന്നവരാണ്. ഇനി വാണിജ്യം. കുട്ടികൾക്കായി ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ കളക്ഷനുമായി ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 9ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പാവറട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാവറട്ടി സെന്ററിൽ കേരള ബാങ്കിന് എതിർവശത്തായാണ് ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 9ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ 7ാമത്തെ ഔട്ട്ലെറ്റാണിത്. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, പുലാമന്തോൾ എന്നിവിടങ്ങളിലും ഔട്ട്ലെറ്റുകളുണ്ട്. വസ്ത്രങ്ങളും കളിയുപകരണങ്ങളുമടക്കം കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. പൊന്നോമനകളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കിയുള്ള ഉൽപ്പന്നങ്ങളാണ് ലാമിയയുടെ പ്രത്യേകതയെന്ന് സ്ഥാപനയുടമ PMA ജബ്ബാർ പറഞ്ഞു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഞായറാഴ്ചയും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കും. ഉടമയുടെ പേരമക്കളായ അസാഫാത്തിം, ഹയാത്ത് അമ്രിൻ, അനായ റാഷിൻ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പാവറട്ടി ജുമാ മസ്ജിദ് ഖത്തീബ് ഖാലിദ് സ അദി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9072677766 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനൊഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന അന്വേഷണ റിപ്പോർട്ട്. ADGP മനോജ് എബ്രഹാമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ എരിഞ്ഞക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ബണ്ട് ബലപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തുക അനുവദിച്ചു. ജനകീയ സഹകരണത്തോടെ ബണ്ട് ബലപ്പെടുത്തൽ ആരംഭിച്ചു.
നിർമ്മാണത്തിലിരിക്കെ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്കു ശേഷം പൊളിച്ചു നീക്കുന്നു. തകർച്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.